ഹലോ, ഞാൻ നിങ്ങളുടെ അയനാമു. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇല്ലാത്തവർ അവിടേക്ക് വന്നോളൂ കേട്ടോ. എന്നാലല്ലേ നമുക്ക് നല്ല വച്ചയ്ക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് പരിമിതികളുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതുപോലെ സ്നേഹവും സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവണേ. അതൊക്കെ കാണുമ്പോഴല്ലേ ഒരു സന്തോഷം എനിക്ക് വരിക. അപ്പോൾ കൂടുതൽ വളച്ചിട്ടില്ലാണ്ട് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. മഹിമ രാവിലെ തന്നെ എണ്ണീച്ച് കുളിച്ചു. ആ തണുത്ത വെള്ളം അതിങ്ങനെ ഇതായപ്പോൾ ആക്കൊരു കുളിർമ. ഓ, എന്തൊരു തണുപ്പ്! പതിവില്ലാത്ത എന്തൊരു സന്തോഷം അവളിൽ അലയടിച്ചു. എന്തോ വല്ലാത്തൊരിത്. കല്യാണം കഴിഞ്ഞ് 5 വർഷമായെങ്കിലും ഇതുപോലെ ഇങ്ങനൊരു സ്വാതന്ത്ര്യം അവൾക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിന് കാരണം അമ്മായിയമ്മയും അച്ഛനും ഗുരുവായൂർ അമ്പലത്തിൽ പോയതാ. അവളിൽ നിന്നൊരു നിശ്വാസം ഉയർന്നു. അവൾ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി. ഇന്നും നാളെയും താൻ മാത്രമേ വീട്ടിലുള്ളൂ. സോ അവരുടെ ശല്യമില്ല. പിന്നെ ആകെയുള്ള പ്രോബ്ലം മോളെ അവർ കൊണ്ടുപോയി എന്നുള്ളതാണ്. വലിയ കുഴപ്പമൊന്നുമില്ല അവൾക്ക്. അവൾക്കല്ലേലും അവരുടെ കൂടെ നിൽക്കാനാണ് പ്രിയം. ഇപ്പോൾ മനുവേട്ടൻ വേണമായിരുന്നു. ഒന്ന് വിളിച്ചാലോ? വേണ്ട, കമ്പനിയിൽ തിരക്കുള്ള ടൈമാണ്, വിളിക്കണ്ട. അവൾ പെട്ടെന്ന് തന്നെ കുളിച്ച് ടവലൊക്കെ എടുത്ത് ഒന്ന് സെറ്റായി മുഴുവനായിട്ട് തന്നെ അങ്ങ് പുറത്തിറങ്ങി. പിന്നെ ബെഡിലേക്ക് ചാടിക്കിടന്ന് ആ പുതപ്പൊക്കെ എടുത്ത് ഇങ്ങനെ ഇതാക്കി. എന്നിട്ട് മൊബൈൽ കയ്യിലെടുത്ത് നോക്കി. സമയം 8 ആകാറായി. ഓ, ഇത്ര സമയമായോ? അപ്പോഴാണ് അവൾക്ക് സമയത്തെക്കുറിച്ച് ബോധം വന്നത്. സാധാരണ അമ്മായിയമ്മയുള്ള സമയമാണെങ്കിൽ താൻ വെളുപ്പിന് എണ്ണിച്ചേന്. അല്ലെങ്കിൽ തന്നെ അവർ കുത്തി എണ്ണിപ്പിക്കും. അതാ അവരുടെ സ്വഭാവം. തള്ളെ അങ്ങോട്ട് കെട്ടിയിരുന്നത് കൊണ്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങി. എന്തായാലും ചായ ഉണ്ടാക്കിയേക്കാം. ഡ്രസ്സ് വേണോ? എന്തിന്? ഐ ആം എ ഫ്രീ ബേർഡ്. അവൾ സ്വയം പറഞ്ഞുകൊണ്ട് ആ ബെഡ്ഷീറ്റിനെ എടുത്ത് ഇങ്ങനെ പുതച്ചുകൊണ്ട് ചായ ഇടാൻ അടുക്കളയിലേക്ക് നടന്നു. ടിങ് ടോം, കോളിംഗ് ബെൽ മുഴങ്ങി. ഇതാരാ ഇത്ര രാവിലെ? അവൾ ഓൺ ചെയ്ത ഗ്യാസ് ഓഫ് ചെയ്തുകൊണ്ട് വീടിൻ്റെ മുൻവാതിലുള്ള ലെൻസിൽ കൂടി പുറത്തേക്ക് നോക്കി. അത് അമ്മായിയുടെ മോൻ അപ്പു ആയിരുന്നു. ഇവനെന്താ ഈ നേരത്ത്? സാധാരണ ഒരിക്കലും ഈ സമയത്ത് വരാത്തതാണല്ലോ. ഡ്രസ്സ് മാറ്റണോ? അല്ലേ വേണ്ട, ചോദിച്ചിട്ട് മാറ്റാം. ഇല്ലേ ചെക്കൻ ബെല്ലടിച്ചുകൊണ്ടിരിക്കും. മഹിമ തൻ്റെ തലയിൽ കെട്ടി ടവലഴിച്ച് അവിടെ വെച്ചിട്ട് ആ അഴിഞ്ഞു വീണ മുടി ഒന്നും കൂടി അഴിച്ച് മുകളിലേക്ക് കെട്ടിവെച്ചു. അല്ല, ആരിത്? അപ്പോ എന്താടാ രാവിലെ തന്നെ? അല്ല, എന്തേ നിൻ്റെ വാല് കിച്ചു? അവൾ വാതിൽ തുറക്കാതെ തന്നെ ചോദിച്ചു. അവൻ കാറിലുണ്ട് ചേച്ചി. ചേച്ചി ഒന്ന് വാതിൽ തുറന്നേ. എന്താടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, സാധാരണ അവനല്ലേ ഫസ്റ്റ് വരാറ്. മഹിമ പയ്യെ വാതിൽ തുറന്ന് തല മാത്രം പുറത്തേക്കിട്ട് കിച്ചു എവിടെയാണെന്ന് നോക്കി. എന്നാൽ അവിടെയൊന്നും അവനെ കണ്ടില്ല. അമ്മ ഉണ്ടോ ചേച്ചി ഇവിടെ? ഇല്ലടാ, ഗുരുവായൂർ അമ്പലത്തിൽ പോയേക്കാം. 2 ദിവസം കഴിഞ്ഞിട്ടേ വരൂ. ഹൗ, ആശ്വാസമായി. അപ്പു തലയിൽ കൈ കൊണ്ടൊന്ന് തടവിക്കൊണ്ട് പറഞ്ഞു. എന്താടാ, എന്താ പ്രശ്നം? രണ്ടും കൂടെ വീണ്ടും എന്തെങ്കിലും ഉണ്ടാക്കിയോ? എൻ്റെ ചേച്ചി, ഞങ്ങൾ കണ്ടെത്തിയ മരുന്ന് 100% വർക്കായി. ഓ, അത് കൊള്ളാമല്ലോ. അപ്പം സന്തോഷിക്കല്ലേ വേണ്ടത്? എത്ര നാളായി നിങ്ങൾ രണ്ടുപേരും ഏതിൻ്റെ പിറകെ നടക്കാൻ തുടങ്ങിയിട്ട്? അതൊക്കെ ശരി തന്നെ ചേച്ചി. എന്നാലും അതൊന്ന് പരീക്ഷിക്കണ്ടേ? എന്നാലല്ലേ പരീക്ഷണം 100% വിജയമാകുള്ളൂ. ബട്ട് അത് ചെയ്തപ്പോഴായിരുന്നു കുഴപ്പം. എന്ത് കുഴപ്പം? മനുവേട്ടൻ്റെ രക്തം എടുത്തല്ലായിരുന്നോ അത് ഞങ്ങൾ? അതെ, നിങ്ങൾ ചോദിച്ചത് കൊണ്ട് ഞാനല്ലേ എൻ്റെ കിറ്റിൻ്റെ സാമ്പിൾ തന്നേ. അതാ ഇപ്പോൾ പ്രോബ്ലമായ. ആ സാമ്പിൾ മിക്സ് ചെയ്ത് കിച്ച് ടെസ്റ്റിങ് പോലെ ഒന്ന് കുടിച്ചു നോക്കി. അവിടെയാ കുഴപ്പം. നീ മനുഷ്യനെ വട്ടാക്കാതെ കാര്യം എന്താണെന്ന് പറയപ്പോ? പറയാം. അത് കുടിച്ച ശേഷം അവനിപ്പോൾ മനുവേട്ടനാ. അതായത് കിച്ചു ഇപ്പോൾ പൂർണ്ണമായിട്ടും മനുവേട്ടനെ പോലെ പെരുമാറുകയാണ്. അമ്മേ, എന്തൊക്കെയാണ് കേൾക്കുന്നേ? നിനക്കൊക്കെ അത് വല്ല മൃഗത്തിലും ടെസ്റ്റ് ചെയ്തുവിടായിരുന്നോ? മഹിമ അന്തം വിട്ട് ചോദിച്ചു. എൻ്റെ ചേച്ചി അതൊന്നും അപ്പോൾ ഓർത്തില്ല.
വേണ്ട വേണ്ടെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞതാ, അവൻ കേട്ടില്ല. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ ചേച്ചിയുടെ ഹസ്സിനെ പോലെയാണ് പെരുമാറിനെ. അവിടെ കിടന്ന് ചേച്ചിയെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരേ ബഹളമായിരുന്നു. എൻ്റെ അമ്മേ. എന്നിട്ട് മഹിമയുടെ കണ്ണുകൾ മിഴിഞ്ഞു. എന്നിട്ടെന്താ, ഇപ്പം അവൻ മനുവാ, ഞാനവനെ അടച്ചു പൂട്ടി വെച്ചിരിക്കുന്ന ഒരുത്തനും. എൻ്റെ ദൈവമേ, ഇത് വല്ലതും മനുവായിട്ട് അറിഞ്ഞാൽ ഞാൻ പിന്നെ നിന്നെ നമ്മളെ ബാക്കി വെച്ചേക്കില്ല കേട്ടോ. ഒന്നാമത് കൗണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ആ രത്ന ഹോസ്പിറ്റലിൽ നിന്നും കള്ളം പറഞ്ഞുകൊണ്ട് ഞാനെടുത്തേ. കിച്ചു അത്രയും കാലം പിടിച്ചത് അത്രയും കാല് പിടിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. അതിപ്പോൾ എനിക്കെന്നെ പണിയായല്ലേ. ചേച്ചി പേടിക്കണ്ട, മനുവായിട്ട് നാട്ടിലില്ലല്ലോ. തൽക്കാലം ആരും ഒന്നും അറിയാൻ പോണില്ല. അതാ ആകെയുള്ളൊരാശ്വാസം. ചേച്ചി, അതല്ല പ്രോബ്ലം. അവനെ അവിടെ നിർത്താൻ പറ്റില്ല. കുഞ്ഞമ്മ വന്നാൽ ആകെ കുളവാകും. ഒന്നാമത് കുഞ്ഞമ്മയ്ക്ക് അതൊന്നും ഇഷ്ടമല്ലല്ലോ. പോരാത്തതിന് മനുവേട്ടനെ പോലെ അവൻ പെരുമാറുമ്പോൾ ബോധം കെട്ടി വീഴാനും ചാൻസ് ഉണ്ട്. ആ പെണ്ണുമ്പിള്ളയ്ക്ക് അത് തന്നെ വേണം. മഹിമ അറിയാതെ ചിരിച്ചു പോയി. എൻ്റെ ചേച്ചി പ്ലീസ്. എന്തിനാ പ്ലീസ്? ഇക്കാര്യത്തിൽ ഇനി ഞാനെന്ത് ചെയ്യാനാ? മഹിമ നെറ്റി ചുളിച്ചു. പറയാം, ചേച്ചി അവന് 2 ദിവസം ഇട നിർത്താവോ? ആ മരുന്നിൻ്റെ ഹാങ് ഓവർ ഒന്ന് മാറുന്നത് വരെ. പോടാ, അതൊന്നും നടക്കില്ല. നീ വല്ല റൂമോ മറ്റോ എടുത്ത് വെച്ച് അങ്ങോട്ട് കൊണ്ടുപോവനെ. ഓരോരോ കുരിശ്. എൻ്റെ പൊന്നേച്ചി, പറയുന്ന ഒന്ന് കേക്ക്. അവൻ പുറത്തിറങ്ങിയാൽ ആകെ കുലുമാലാവും. പ്ലീസ്, 2 ദിവസം മാത്രമേ വേണ്ടൂ. ഒന്നിലും ചേച്ചിയുടെ അമ്മായിയുടെ മോൻ തന്നെയല്ലേ. എടാ, അതൊന്നും ശരിയാവില്ല. ഇവിടെ ആരും വീട്ടിലില്ലാത്തപ്പോൾ അതും അവൻ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് നിന്നാൽ നാട്ടുകാർ ഓരോന്ന് പറയും. ഒന്നാമത് അവൻ ഈ വീട്ടിൽ നല്ല പേരാണല്ലോ. മഹിമ എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ ചേച്ചി, അപ്പം അവൻ ഞാനാ മഹിമയുടെ കെട്ടിയണമെന്നും പറഞ്ഞ് നാട്ടിൽ കറങ്ങി നടന്നാലോ? അതും ചേച്ചിക്ക് തന്നെയല്ലേ കൂടുതൽ മോശം. എൻ്റെ ദൈവമേ, ഇതൊരു വള്ളിയായല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി ചേച്ചി. 2 ദിവസം മാത്രം ഈ വീട്ടിൽ കയറ്റി ലോക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് വേണേലും ഞാൻ എത്തിച്ചു തരാം. എന്നാലും അതൊന്നും നടക്കില്ല. എൻ്റെ ചേച്ചി പ്ലീസ്. 1 ദിവസം കൊണ്ട് ചിലപ്പോൾ അവൻ നോർമലാകാനും ചാൻസ് ഉണ്ട്. ആ മരുന്നിന് പവർ കുറവാണ്. പ്ലീസ് ചേച്ചി, വേറെ വഴിയില്ലാത്തതുകൊണ്ടല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. എടാ ഞാൻ ചേച്ചീനെ ഒന്നും പറയണ്ട. അപ്പോൾ സെറ്റ്. എന്തേലും കാണിക്ക്. ഓരോരോ വള്ളിക്കെട്ടുകൾ. മഹിമ ഒടുവിൽ അനിഷ്ടത്തോടെയാണെങ്കിലും പതുക്കെ തലയാട്ടി. ചേച്ചി, ഇത് തൽക്കാലം അറിയണ്ട കേട്ടോ. പിന്നെ ഞാനിതും വെച്ചോട്ട് നോട്ടീസ് അടിക്കാൻ പോവുകയാണല്ലോ. അത്ര നല്ല കാര്യമാണല്ലോ. മഹിമ കുറച്ച് ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു. എന്നാൽ അപ്പോൾ അത് മൈൻഡ് ചെയ്തില്ല. ചേച്ചി, അപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ, എന്നാൽ ഞാൻ വേഗം അവനെ കൊണ്ടുവരാം. അവൻ കാറിലിരിപ്പുണ്ട്. പുറത്തോ? എവിടെ? എന്നിട്ട് ഞാൻ നിൻ്റെ കൂടെ വരാതിരുന്നേ? മഹിമയ്ക്ക് സംശയമായി. എൻ്റെ ചേച്ചി, അവനിപ്പോൾ അവധി കഴിഞ്ഞ് നാട്ടിൽ വരുന്ന ചേച്ചിയുടെ മനുവേട്ടനല്ലേ. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് അവനാ പറയുന്നത്. ഞാൻ ചേച്ചിയോട് സംസാരിക്കുമ്പോൾ അവൻ പയ്യെ റൂമിൽ കയറി ചേച്ചിക്ക് സർപ്രൈസ് തരുമെന്നാണ് പറഞ്ഞ്. എൻ്റെ ഏട്ടൻ തന്നെ. മഹിമയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വന്നു. ചിരിക്കണ്ട, സത്യം ചേച്ചി. ഇപ്പം എല്ലാവരും എന്തെടുക്കുക? ചേച്ചി എവിടെയുള്ളത് എന്നൊക്കെ എന്നോട് നോക്കാൻ പറഞ്ഞ് വിട്ടേക്കുക അവൻ. എന്നിട്ട് വേണം അവന് ചേച്ചിയെ വന്ന് പേടിപ്പിക്കാനിത്ര. പിന്നെ നീ ചുമ്മാ പറയുക. അല്ലേ ചേച്ചി, ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. ചേച്ചീനെ നോക്കിക്കോ. പിന്നെ ഈ വാതിൽ തുറന്നിട്ടേ കേട്ടോ. അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് വേഗത്തിൽ ഗേറ്റിന് പുറത്ത് നിർത്തിയിട്ടുള്ള തൻ്റെ കാറിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ കിച്ചു അവൻ്റെ വരവിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്തായിടാ, കാര്യം സെറ്റായോ? മടങ്ങി വന്ന അപ്പുവിനോട് ആകാംക്ഷയോടെ കിച്ചു ചോദിച്ചു. ഒരുവിധം പറഞ്ഞൊപ്പിച്ചു മോനെ, ഇനിയെല്ലാം നിൻ്റെ കയ്യിലാണ്. പറഞ്ഞെല്ലാം വിശ്വസിച്ചു ചേച്ചി. പിന്നെ അതുപോലെ അല്ലടാ നമ്മുടെ പെർഫോമൻസ്. അടിപൊളി. അപ്പോൾ അടുത്ത 2 ദിവസം വേറെ ആരും ഇല്ലാത്ത ആ വീട്ടിൽ ഞാനും എൻ്റെ മഹിമച്ചരക്കും മാത്രം. പൊളി. കിച്ചുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. എടാ, എന്നാലും വല്ല കുഴപ്പമാവുമോ? എന്ത് കുഴപ്പം? ബാക്കിയൊക്കെ ഞാൻ പുഷ്പം പോലെ ഹാൻഡിൽ ചെയ്യും. ഇത് നടന്നാൽ നിൻ്റെ വർഷയെ പറഞ്ഞതുപോലെ എനിക്ക്. അത് പിന്നെ പറയാനുണ്ടോ? നിനക്ക് സെറ്റാക്കി അടിക്കാൻ ഞാൻ തരും. അതിൽ നീ നല്ല രീതിക്ക് വാ. എന്നിട്ട് മതി മഹിമയെ പോലുള്ളതിനെ ഇതാക്കാൻ. പോരെ? പിന്നെ നീയൊന്നാക്കിയ കഴിഞ്ഞാൽ എനിക്കും ചേച്ചി തരും. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം മോനെ. അങ്ങനെ എളുപ്പത്തിൽ
കത്തി വളയുന്ന ടൈപ്പല്ലടാ. മഹിമ ഒരു പെൺപുലിയാ. അക്കാര്യം ശരിയാ. ചേച്ചി ഒരു പെൺപുലിയൊക്കെ തന്നെയാ. നല്ല പുലി. പുലിയാണേലും സിംഹാണേലും ഞാൻ നല്ല രീതിക്ക് കൊടുക്കും മോനെ അവക്ക്. അതും ഇന്ന് തന്നെ. കണ്ടാൽ മതി, കാണിക്കാം. തൽക്കാലം നമ്മുടെ വാൾപ്പയറ്റ് അവിടെ നിൽക്കട്ടെ. ഞാൻ പോയി എൻ്റെ ഡിയർ വൈഫ് മഹിമേനെ ഒന്ന് കാണട്ടെ. കൊത്തിയായി തുടങ്ങി. ഞാനും വരുന്നുണ്ട്. കയറി വാടാ മക്കളെ, കയറി വാ. അവർ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് വീടിൻ്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. എന്നാൽ ഇതൊന്നും അറിയാതെ അപ്പു പോയ പാടെ മഹിമ ഡോറ് പതുക്കെ ചാരി തിരിഞ്ഞുകൊണ്ട് തൻ്റെ ബെഡ്റൂമിലേക്ക് ഓടി. ഒരു തലതെറിച്ച ചെക്കനവൻ, ഭൂലോക തല്ലിപ്പൊളി. പലവട്ടം അമ്മായിയമ്മ അവനെ വീട്ടിൽ പോലും കേട്ടില്ലെന്ന് പറഞ്ഞതാ. എന്നിട്ടും താൻ അവനിവിടെ ഫ്രീഡം കൊടുത്തു. അതിൻ്റെ ഫലമാണ് താൻ ഇവിടെ ഇനി അനുഭവിക്കാൻ പോകുന്നത്. എത്രയും പെട്ടെന്ന് ഈ ബെഡ്ഷീറ്റ് മാറ്റി വേറെ ഏതെങ്കിലും ഡ്രസ്സ് എടുത്തിടണം. ഇതും ചിന്തിച്ചുകൊണ്ട് മഹിമ വേഗം റൂമിലെത്തി. ഡ്രസ്സ് ഇറക്കി വെച്ചിരിക്കുന്ന അലമാര തുറന്നതിന് ശേഷം തൻ്റെ തുണികൾക്കടിയിലുള്ള അതൊക്കെ എടുത്തു. എന്നാൽ അവളുടെ തിരക്ക് കാരണം ആ വലിയ ട്രോയിലുള്ള തുണികളെല്ലാം നിലത്തേക്ക് വീണു. അവളത് മാറ്റി അതൊക്കെ കയ്യിലെടുത്തതും പെട്ടെന്ന് പുറത്ത് കിച്ചുവിൻ്റെയും അപ്പുവിൻ്റെയും പതിയെയുള്ള സംസാരം കേട്ട് അവളൊന്ന് ഞെട്ടി. യോ, അവന്മാരെത്തിയെന്നാണ് തോന്നുന്നത്. മഹിമ വേഗം ആ ഡ്രസ്സിൻ്റെ ഇതിൽ നിന്നും മുകളിൽ കിടന്നൊരു നേരത്തെ ഇതൊക്കെ എടുത്തിട്ടു. എന്നാൽ അതിലവളുടെ അതൊക്കെ മറയ്ക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. അത് മനസ്സിലാക്കി അവൾ വീണ്ടും ആ ബെഡ്ഷീറ്റ് തന്നെ അതിൻ്റെ മേലെ പതിച്ച് വളരെ വേഗം പുറത്തിറങ്ങി. ടക്ക് കിച്ചു ഒരു ഒച്ചയോടെ മുൻവാതിൽ തുറന്നു. മഹിമ അത് പ്രതീക്ഷിച്ചതാണെങ്കിലും ഒന്ന് ഞെട്ടി. അയ്യോ, പേടിച്ചോ പെണ്ണെ? മഹിമയെ കണ്ടതും കിച്ചു കണ്ണിറക്കിക്കൊണ്ട് ചോദിച്ചു. അവൻ്റെ അസുഖം അറിയാമെങ്കിലും ഒന്നുകൂടി തീർച്ചപ്പെടുത്തുവാൻ മഹിമ തീരുമാനിച്ചു. കിച്ചു, എന്താടാ നിനക്ക് പറ്റിയേ? അവനിൽ വല്ലാത്തൊരു മുഖഭാവം കണ്ട മഹിമ ചോദിച്ചു. എന്നാൽ കിച്ചു അവളുടെ ചോദ്യം കേട്ടൊന്ന് പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. എന്താടി, നിനക്ക് വട്ടായോ? എവിടെ കിച്ചു? ഇവിടെ ഞാനും അപ്പു മാത്രമല്ലേ ഉള്ളൂ. എൻ്റെ അമ്മേ, അപ്പു പറഞ്ഞത് നേരാണല്ലോ. ഇത് കുഴപ്പം തന്നെയാണ്. എന്തായാലും തൽക്കാലം ഇവനോട് മനുവേട്ടനോട് പെരുമാറുന്ന പോലെ അങ്ങ് സംസാരിച്ച് നോക്കാം. ചുമ്മാ ചോദിച്ചതായിട്ടാ. ഇതപ്പോൾ വന്നു. തൻ്റെ ഏട്ടൻ വിളിയിൽ അവനിൽ വല്ല മാറ്റമുണ്ടോ എന്ന് അവൾ സംശയത്തോടെ നോക്കി. എന്നാൽ അവളുടെ ആ മട്ടും പാവവും കണ്ട് കിച്ചു ഒന്ന് ചിരിച്ചു. അല്ലപ്പൂ, ഞാൻ വിചാരിച്ചു നിനക്ക് മാത്രമേ വട്ടുള്ളൂ എന്നാ. പക്ഷെ ഇതിപ്പോൾ ഇവൾക്കുണ്ടല്ലോ. രാവിലെ തൊട്ടിവൻ തുടങ്ങിയത് എന്നോട് കിച്ചു കിച്ചു എന്നും പറഞ്ഞ്. ഇപ്പം നീയും. കിച്ചു മനുവിൻ്റെ രീതിയിൽ നല്ലോണം സംസാരിക്കാൻ തുടങ്ങി. അവൻ ചുമ്മാ പറഞ്ഞതായിട്ടാ. ഇതെൻ്റെ മനുവേട്ടൻ തന്നെയല്ലേ? ഒന്ന് ആലോചിച്ചുകൊണ്ട് മഹിമ പറഞ്ഞു. കണ്ടോടാ അപ്പുക്കുട്ട, ഇതാണ് മൈ വൈഫ്, എൻ്റെ മഹിമക്കുട്ടി. ഹസും കൊള്ളാം, വൈഫും കൊള്ളാം. എന്നാൽ ശരി, ഞാൻ പോയേക്കുവാ. അപ്പോൾ പുറകിൽ നിന്നും കിച്ചുവിൻ്റെ ഹൈ ക്ലാസ് അഭിനയം കണ്ട് ചിരി അടക്കാൻ പാട് ഇട്ടുകൊണ്ട് പറഞ്ഞു. വരട്ടെടാ, ചായ ഒടിച്ചിട്ട് പോവാം. കിച്ചു ഒരു കണ്ണുകൊണ്ട് അവനോട് പോകാൻ കാണിച്ചുകൊണ്ട് ചുമ്മാ പറഞ്ഞു. വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് ഒരെണ്ണം കുടിച്ചതാ മനുവേട്ട. അപ്പോൾ കൈമലർത്തി. ശരി, എന്നാ വിട്ടോ. ഞാൻ എൻ്റെ പെമ്പ്രത്തിയോട് കുറച്ചൊന്ന് ശൃംഗാരിക്കട്ടെ. കിച്ചു മഹിമയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ആ നിമിഷം പന്തം കണ്ട പെരിച്ചാഴി മാതിരി നിൽക്കുകയായിരുന്നു. ഓക്കെ ബൈ, പിന്നെ കാണാം ചേച്ചി. അപ്പം ചിരിച്ചുകൊണ്ട് പതിയെ പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം കിച്ചു ചെന്ന വാതിലടച്ചിട്ട് മഹിമയുടെ അടുത്തേക്ക് ചെന്നു. അവൾക്ക് ഉള്ളിലൊരു ഭയം ഉയർന്നിരുന്നു. അപ്പോൾ അമ്മ എന്തിയെ മോളെ? ഗുരുവായൂർ പോയേട്ടാ. അടിപൊളി. അപ്പോൾ ഇന്ന് നമുക്ക് തകർക്കാം അല്ലടി കള്ളിപ്പെണ്ണെ? എന്താ തകർക്കാൻ? മഹിമ നെറ്റിച്ചുളിച്ചു. ഒന്നും അറിയാത്ത പോലെ. എല്ലാ തവണയും ഞാൻ വരുമ്പോൾ നിനക്ക് കൊതിയല്ലേ പെണ്ണെ? അതും പറഞ്ഞ് കിച്ചു മഹിമയെ എന്ന് പിടിച്ചതാക്കി. മഹിമ നുഴലിൽ നൊന്ത് മേലോട്ട് ചാടിപ്പോയി. കിച്ചു അപ്പോൾ അവളെ നോക്കി നിറക്കെ ചിരിച്ചു. എന്താ കാണിക്കുന്നേട്ടാ? ചുമ്മാ ഒരു രസം. നൊന്തു കിട്ടോ എനിക്ക്? അയ്യോടാ, എൻ്റെ ചക്കരയ്ക്ക് നൊന്തോ? ഞാൻ തടവിത്തരാം. വേണ്ട. മഹിമ 2 സ്റ്റെപ്പ് പുറകിലേക്ക് പോയി. അതിരിക്കട്ടെ, ഇതെന്താടി ബെഡ്ഷീറ്റ് പറിച്ചേക്കുന്നത്? വേറൊന്നുമില്ലേ നിനക്ക് കൊടുക്കാൻ? അത് വേറെ ഉണ്ട്, തണുപ്പ് പിടിച്ചേട്ടാ, അതാ ഇതെടുത്ത് പൊറിച്ചേ. അവൾ പെട്ടെന്ന് മനസ്സിൽ വന്ന കള്ളെടുത്തങ്ങ് കാച്ചി.
നിൻ്റെ തണുപ്പൊക്കെ ഞാൻ മാറ്റി തരുന്നുണ്ട്. ബട്ട് ആദ്യം ഒന്ന് ഫ്രഷ് ആവണം. നല്ല ക്ഷീണമുണ്ട്. ഷോ അന്ന് ഏട്ടൻ പോയി കുളിച്ച വേഗം. ആൾ കിച്ചുവിനെ അവിടുന്ന് തള്ളിക്കൊണ്ട് കുളിക്കാൻ പറഞ്ഞു വിട്ടു. അവൻ ചിരിച്ചോണ്ട് അകത്തേക്ക് പോയി. അപ്പോഴാണ് അവൾക്കൊന്ന് ശ്വാസം നേരെ വീണത്. അവൻ മുറിക്കകത്ത് കയറുന്ന ഉറപ്പായപ്പോൾ മഹിമ പിന്നെ വേഗം വെളിയിലേക്ക് ഓടി അവിടെ കാറിക്കയറാൻ വേണ്ടി നിന്ന് അപ്പുവിൻ്റെ അടുത്തേക്ക് ചെന്നു. എടാ അപ്പു, നീ പോവല്ലേ, ഇവിടെ നിൽക്ക്. എന്തോ അവൻ്റെ പെരുമാറ്റത്തിൽ വല്ലാത്ത പന്തികേട്. എന്താ ചേച്ചി? അത് എന്തോ തൻ്റെ ഇടുപ്പ് കിച്ചു നുള്ളിയത് അവനോട് പറയാൻ അവൾക്കൊരു നാണം തോന്നി. പറയിച്ചി. അതൊന്നുമില്ലടാ, കുറച്ച് കഴിഞ്ഞ് പോകാൻ നിനക്ക്. നിൽക്ക്, ഇപ്പം പോയിട്ട് നിനക്ക് തിരക്കൊന്നുമില്ലല്ലോ. പോയിട്ട് തിരക്കൊന്നുമില്ല, എന്നാലും ഞാൻ ഇനിയും അവിടെ നിന്നാൽ മനുവേട്ടന് ദേഷ്യം വരില്ലേ? പിന്നെ ഓരോന്നും ഉണ്ടാക്കി വെച്ചിട്ട് മനുവേട്ടൻ പോലും. നീ അവനെ കിച്ചേട്ടനെ കണ്ട് സംസാരിച്ചാൽ മതി, അതാ നല്ലത്. എൻ്റെ പൊന്നു ചേച്ചി, അതൊന്നും ഇനി നടക്കില്ല. അവൻ മനു അല്ലെന്ന് പറയുമ്പോൾ തന്നെ വയലൻ്റ് ആവുകയാണ്. തൽക്കാലം ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. എടാ, എന്നാലും അതൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. അത് പറ്റില്ലേ? പിന്നെ മനസ്സിലാക്കാൻ അങ്ങോട്ട് പോയാൽ മതി. ആ ചേച്ചി, ഇത് നോക്കിക്കേ. അപ്പോൾ അവൻ്റെ ഷർട്ടൊന്ന് പൊക്കി. എന്നിട്ട് കഴിഞ്ഞ ദിവസം എന്തോ കൊണ്ട് മുറിഞ്ഞൊരു പാടവളെ കാണിച്ചു. എന്താ അവിടെ? ഇന്നലെ അവൻ മനുവല്ലെന്ന് പറയാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയതാ. എൻ്റെ അമ്മേ! മഹിമ ഒന്ന് ഞെട്ടി. ചേച്ചി പേടിക്കണ്ട, എന്നോടൊക്കെ മാത്രമേ എനിക്ക് കാണിക്കുള്ളൂ. ചേച്ചി എൻ്റെ വൈഫല്ലേ, അതുകൊണ്ട് നോ പ്രോബ്ലം. ആ ബെസ്റ്റ്. അപ്പോൾ നീ എന്നെ കൊല്ലാൻ വേണ്ടിയാണോ അവനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേക്കുന്നേ? എൻ്റെ ചേച്ചി പേടിക്കണ്ട, തൽക്കാലം മനുവായിട്ടനായിട്ട് തന്നെ കണ്ടാൽ മതി അവനെപ്പോൾ. അപ്പോൾ തീർത്തടിച്ചു. എന്തേലും കാണിക്കട്ടെ, തൽക്കാലം നീ അകത്തേക്ക് വാ. എനിക്കവൻ ഒറ്റയ്ക്ക് കൂടെ നിർത്താൻ എന്തോ ഒരു പേടി. ആ ഓക്കെ. അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി അവളുടെ പുറകെ നടന്നു. ഇതേ സമയം കിച്ചു തന്നെ ഡ്രസ്സൊക്കെ മാറ്റി ബെഡിലിട്ടതിന് ശേഷം അവിടെ കണ്ടൊരു തോർത്തെടുത്തെടുത്ത് ബെഡ്റൂമിൻ്റെ ബാത്റൂമിൽ എല്ലാം മറന്ന് കുളി പാസ്സാക്കി. പിന്നെ പയ്യെ ഡോറ് തുറന്ന് പുറത്തേക്ക് തലയിട്ടു. മഹിമോളെ, ഇങ്ങോട്ടൊന്ന് വന്നേ, അവൻ ഉറക്കെ വിളിച്ചു. ഡാ അപ്പു, അവൻ വിളിക്കണ്ട്, ഇപ്പോൾ എന്താന്ന് ചോദിക്കി. അവൾ പുറച്ചിരുന്ന ബെഡ്ഷീറ്റ് ഒന്നും കൂടി ശരിയാക്കി ഇട്ടുകൊണ്ട് പറഞ്ഞു. അതിനവൻ എന്നെയല്ലല്ലോ വിളിച്ചേ, ചേച്ചിയല്ലേ. എടാ നീ പോ, എനിക്ക് പേടിയാ. ചേച്ചി പോയാൽ മതി, അവൻ ഈ ടൈമിൽ അറിയാൻ പാടില്ല താൻ മനു അല്ലാന്ന്. ജസ്റ്റ് ഒന്ന് അഭിനയിച്ച പോരെ ചേച്ചി. ശരി. മഹിമ മനസ്സില്ല മനസ്സോടെ അവളുടെ ബെഡ്റൂമിലേക്ക് നടന്നു. പിന്നെ അവിടെ ബാത്റൂമിൽ തല പുറത്തേക്കിട്ട് നിൽക്കുന്ന കിച്ചുവിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. എന്താ ഏട്ടാ മോളെ, ഈ ഷവർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ? ഉണ്ടല്ലോ, എന്നിട്ട് ആവുന്നില്ലല്ലോ. എവിടെ? മഹിമ രണ്ടാമതൊന്നും ആലോചിക്കാതെ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി. അതേസമയം പുറകിൽ നിന്നും കിച്ചു ചെന്ന് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഐ ഷേ! മഹിമ ഞെട്ടിപ്പോയി. എന്താടത്? വിട്. എന്താടി നിനക്ക് പറ്റി? ഒന്നും ഒരു ഇതില്ലാത്ത പോലെ. അത് പറ. കിച്ചു ഒന്നും കൂടി അവളെ തന്നോട് ഇതാക്കി. മഹിമ വിട്. അപ്പോൾ ഉണ്ട് ഇവിടെ. അവൻ പോയതല്ലേ? ഇല്ല. ആ എന്നാ വേഗം പറഞ്ഞു വിട്. എന്തിന്? അതൊക്കെ ഞാൻ പറയാം മോളെ. എന്നെ വീട്, ഞാൻ പോയി അവനോട് പറയട്ടെ. അവിടെ നിൽക്ക് പെണ്ണേ. വേണ്ട, ഇപ്പം വരാം. ഇല്ലേ കുഴപ്പം. ഓക്കെ മൈ വൈഫ്. പോയി ആ ചെക്കനെ അങ്ങ് പറഞ്ഞു വിട്ടേര്. കിച്ചു ഒരു കള്ളച്ചിരിയോടെ അവളുടെ അതങ്ങിതാക്കി. മഹിമ പിന്നെ ഒന്നും ആലോചിച്ചില്ല. വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടി. അവളുടെ ധൃതിയിലുള്ള ഓട്ടം കണ്ട് തന്നെ അത് കിച്ചു ഒരു ചിരിയോടെ അവിടേക്ക് നോക്കി വെള്ളം ഇറക്കി നിന്നു. ടപ്പ്. അതൊന്നിതായി. ഷോ, വൃത്തിയേട് കാണിക്കാതെ. ഛേ ഏട്ടാ, അമ്പടി ഉള്ളൊന്നും ഇല്ല അല്ലേ? എന്നിട്ട് ഞാൻ ഇതാക്കി കഴിഞ്ഞാൽ വൃത്തികേട്. ഓ, അവനുണ്ട്. മെല്ലെ പറ. ഇതെന്തൊരു കഷ്ടാ. അവൻ കേട്ടിട്ടുണ്ടാവില്ല. കിച്ചു ഒന്ന് പുഞ്ചിരിച്ചു. ഒന്ന് മിണ്ടാതിരിക്കും മനുവേട്ടാ, പ്ലീസ്. മഹിമ അവൻ അപേക്ഷാഭാവത്തിലൊന്ന് നോക്കിയ ശേഷം വേഗം ഹാളിലേക്ക് ഓടി. അവിടെ സോഫയിൽ അപ്പു ഇരിക്കുന്നുണ്ടായിരുന്നു. എടാ, ഇത് ശരിയാവില്ല, നീ വേഗം അവനെ വിളിച്ചുകൊണ്ട് പോയേ. എന്താ ചേച്ചി, എന്താ പ്രശ്നം? അതൊന്നും നീ അറിയണ്ട. തൽക്കാലം അവനെയും കൂട്ടിക്കൊണ്ട് പോവാൻ നോക്കിക്കോ. എൻ്റെ ചേച്ചി, ഞാൻ എങ്ങോട്ട് കൊണ്ടുപോവാനാ? അതൊന്നും എനിക്കറിയണ്ട.
എങ്ങോട്ടേലും കൊണ്ടുവെക്കോ, ഇവിടെ പറ്റില്ല. മഹിമ ദേഷ്യത്തോടെ വിറപൂണ്ട് പറഞ്ഞു. അപ്പൂന് മനസ്സിലായി കിച്ചു ആക്രാന്തം കൊണ്ട് എന്തോ കാണിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ കണ്ണൊക്കെ ചുവന്നിട്ടുണ്ട്. സംഗതി പന്തിയല്ല, കൊണ്ടുപോയേക്കാം. ഞാൻ കൊണ്ടുപോയ ചേച്ചി. അപ്പൂ സമ്മതിച്ച് ആ സമയം തന്നെ കോളിംഗ് ബെല്ലും മുഴങ്ങി. ഈശ്വര, ആരായി നേരത്ത്? മഹിമ ഒന്ന് ഞെട്ടിക്കൊണ്ട് വാതിലിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് വാതിലിലെ ലെൻസിൽ കൂട്ടി പുറത്തേക്ക് നോക്കി. ഓ, ആ പരട്ട അമ്മാവന! ഇയാൾക്കൊന്നും വേറെ പണിയില്ലേ? വീട്ടിലിരുന്നാൽ പോരെ? മനുഷ്യനെ വെറുപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തോളും കോപ്പ്. അവൾ മനസ്സിലയാളെ 1000 തെറി പറഞ്ഞ് അപ്പൂവിൻ്റെ നേരെ തിരിഞ്ഞു. എടാ, പുറത്ത് വാസമ്മാവൻ നിൽപ്പുണ്ട്. അയാൾ കിച്ചുവിനെ ഈ അവസ്ഥയിൽ ഇവിടെ കണ്ടാൽ ആകെ കുഴപ്പമാവും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ചേച്ചി റൂമിലേക്ക് പൊക്കോ, അയാളെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. വേഗം പറഞ്ഞു വിട്ടോണം. ചിലപ്പോൾ നിന്നെ ഇവിടെ കണ്ടാൽ തന്നെ അയാൾ വിളിച്ച് പറയും തള്ളേനെ. അപ്പോഴാണ് കിച്ചുവിൻ്റെ കാര്യം. ഞാൻ പോയി അവനെ റൂമിൽ ലോക്ക് ചെയ്യട്ടെ. അത് ഞാൻ ഏറ്റേച്ചി, നോ വറീസ്. മഹിമ വേഗം നടന്ന് അവളുടെ റൂമിൽ കയറി വാതിൽ ലോക്ക് ചെയ്തു. എന്നാലപ്പോൾ അവിടെ കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ചു. കിച്ചു ആണെ ആകെ ഉണ്ടായിരുന്ന തോർത്ത് മാറ്റി ഇങ്ങനെ നിൽക്കുക. താഴെ നല്ല രീതിക്കുണ്ട്. ഒക്കെ കൂടെ കണ്ടപ്പോൾ മഹിമ ശരിക്കും ഞെട്ടി. ഐ, ഇതെന്താ കിച്ചു, തുണി എടുത്തേ. ഷോ, മഹിമ പെട്ടെന്ന് തന്നെ അവനെതിരെ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് വീണ്ടും കിച്ചു, നിൻ്റെ വട്ടിപ്പോഴും മാറിയില്ലേ മഹി? മാറി മനുവേട്ടാ, വേഗം എന്തെങ്കിലും എടുത്ത് കൊടുത്തേ. ഇതെന്താ മോളെ, നീ എന്നെ ഇതുപോലെ എത്ര തവണ കണ്ടിട്ടുള്ളതാ, ഇപ്പോഴെന്താ ഒരു കുഴപ്പം? അത് സോറി ഏട്ടാ, അതൊക്കെ പറയാം. ഏട്ടനിപ്പോൾ തുണി എടുത്തെടുത്തേ പ്ലീസ്. എന്തിനാ മോനെ തുണി? നീ ഇങ്ങോട്ട് വന്നേ, ഞാനൊന്ന് കാണട്ടെ എൻ്റെ ചക്കരേനെ. കിച്ചു പെട്ടെന്ന് മഹിയുടെ അടുത്തേക്ക് ഇതാക്കി. എന്താ അത്? പിന്നെ ഞാൻ എന്നും ഇതാക്കുന്നേക്കോ അല്ലേ, ഇതൊക്കെ എന്തോ ആദ്യമായിട്ടാണ് പോലാണല്ലോ. ഏട്ടാ പ്ലീസ്, ഈ പെണ്ണിൻ്റെ ഒരു കാര്യം ശരി. എന്നാലും ഇതെന്തിനാ ഇപ്പോഴും? കിച്ചുവാണെ കിട്ടിയ അവസരം നല്ല രീതിക്ക് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അവൾക്ക് പ്രതികരിക്കാൻ പറ്റുന്നതിലും വേഗത്തിലായിരുന്നു അവൻ ഓരോ പരിപാടി കാണിച്ചു കൂട്ടുന്നത്. വല്ല വിധേനെ അവൾ വാസുമ്മ വന്നിട്ടുണ്ട് വെളിയിൽ, എന്നെ വീട്ടിൽ പറഞ്ഞൊപ്പിച്ചു. ഇത്ര നേരം അപ്പുമായിരുന്നു, ഇപ്പം അമ്മാവൻ. ഇയാൾക്കൊക്കെ വരാൻ കണ്ട നേരം. കിച്ചു അവൾ കാണുക പല്ല് കടിച്ചു. അത് കണ്ട് അവൾക്കറിയാത്തുള്ളൊരു ചിരി പൊട്ടി. ഏട്ടനാദ്യം വിട്, ഞാൻ പുള്ളിയെ വേഗം പറഞ്ഞു വിടട്ടെ. എന്തായാലും വന്നല്ലോ, ഞാനും അയാളൊന്ന് കാണാനിരിക്കുമായിരുന്നു. എവിടെ കളവൻ? ഏട്ടനിപ്പോൾ അങ്ങോട്ട് പോവല്ലേ? എന്താ പെണ്ണെ നിൻ്റെ പ്രോബ്ലം? കുറേ നേരമായല്ലോ, എന്തൊക്കെയോ കള്ളത്തരം. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവൻ്റെ ചോദ്യം കേട്ട് മഹിമ ഞെട്ടി. കിച്ചു ഈ അവസ്ഥയിൽ അങ്ങോട്ട് വന്നാൽ പിന്നെ കണക്കായി. അമ്മാവൻ ഇപ്പം തന്നെ തള്ളയെ വിളിച്ച് പറയും. എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്യണം. പെട്ടെന്ന് അവൾക്കൊരു ഐഡിയ വന്നു. അതേട്ടാ, ചെറിയൊരു കുഴപ്പമുണ്ട്. അമ്മാവൻ ഏട്ടനെ കണ്ടാൽ ആകെ പ്രശ്നമാണ്. എന്ത് പ്രശ്നം? ഞാൻ ഏട്ടൻ വരുമ്പോൾ മേടിക്കാറുള്ളൊരു കുപ്പി അമ്മാവൻ കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞതാ. ഇന്ന് വന്നപ്പോൾ അത് കൊണ്ട് വന്നില്ലല്ലോ. പിന്നെ എങ്ങനെ കൊടുക്കും? അതുകൊണ്ടാണ് അപ്പൂനെ ഞാൻ ആളുടെ അടുത്താക്കിയത്. അമ്മാവൻ തൽക്കാലം മനുവേട്ടനെ കാണണ്ട, കണ്ടാൽ ഏട്ടനെന്നെ നാണക്കേട്. ഓ ശരിയാ, ഞാനത് മറന്നുപോയി. പിന്നെ ശരി, നീ വാതിൽ തുറക്കണ്ട, ആ കിളവൻ പോട്ടെ. അല്ലേലും മനുഷ്യനിവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണോ ഓരോരുത്തരുടെ വരവ്? അല്ലേ? പിന്നെ കിച്ചു വീണ്ടും കിട്ടിയ അവസരം എടുത്തു. നല്ല രീതിക്ക് ചെറുതായിട്ടൊന്ന് പണിത് തുടങ്ങി. എൻ്റെ അമ്മേ, എന്താടി നീ എന്തിനാ കിടന്ന് പിടയ്ക്കുന്നേ? ഏട്ടാ വിട്ടേ, അമ്മാവൻ പുറത്തുണ്ട്, ഞാൻ ഹോളിലേക്കൊന്ന് പോവുക. വീടെന്നെ എനിക്ക് ഭ്രാന്താവുണ്ട് കേട്ടോ. അയാൾ നീ കണ്ടിട്ട് എന്ത് തേങ്ങയാണ് പറയാൻ പോകുന്നത്? നീ ഇവിടെ കിടന്ന് കുറച്ചേരം. ഏട്ടാ പ്ലീസ് വിട്ടേ. ഞാൻ വിടാം. അതിന് മുമ്പ് ഞാനൊന്ന് കണ്ടോട്ടെ നിങ്ങളെ. എത്ര നാളായി എൻ്റെ ചക്കരയെ കുടങ്ങളെയൊക്കെ കണ്ടിട്ട്. വേണ്ട, ഞാൻ വേറെ ഇതാക്കട്ടെ, അതാ നല്ലത്. പോരാത്തതിന് അമ്മാവനെ കണ്ടൊരു കാര്യം പറയാനുണ്ട് എനിക്ക്. അടങ്ങി കിടക്ക് മുത്തേ പ്ലീസ്. എത്ര നാളായി നിന്നെ ഞാനൊന്ന് മുഴുവനായിട്ട്. ഇപ്പോൾ വേണ്ട ഏട്ടാ, പറഞ്ഞ കേക്ക് പ്ലീസ്. ഞാൻ പോവാ, വിട്ടേ.
മഹിമ പിന്നെ ഇതെടുത്ത് ബെഡ്ഷീറ്റ് വീണ്ടും എടുത്ത് പുതച്ച്. കിച്ചു പിന്നെ അവളെ തടയുന്നതില്ല. മഹിമ പിന്നെ വെളിയെ ഇറങ്ങി ആ റൂം പുറത്തുനിന്ന് ലോക്ക് ചെയ്തുകൊണ്ട് വേഗം ഹാളിലേക്ക് നടന്നു. എന്നാൽ അവിടെ വാതിൽ തുറക്കാതെ ഹാളിൽ തന്നെ ഇരിക്കുന്ന അപ്പുവിനെ കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു. എന്താടാ വാതിൽ തുറക്കാതിരിക്കുന്നത്? നീ ഡീൽ ചെയ്യാമെന്ന് പറഞ്ഞല്ലേ? അയാൾക്ക് വല്ല സംശയം തോന്നും. ചേച്ചി തുറക്ക്, എനിക്ക് ഒന്നാമതാ ശവത്തെ കണ്ടുകൂടാ. ഇവൻ്റെ കാര്യം ഓന്തുപോലെ സ്വഭാവം മാറുന്നത് എല്ലാം കണക്കാ. അവൾ അവനെ ശകാരിച്ചുകൊണ്ട് പോയി വാതിൽ തുറന്നു. അവിടെ ഒരു വളിച്ച ചിരിയുമായി ആ അമ്മാവൻ നിൽക്കുന്നുണ്ട്. ആ അമ്മാവനോ? അവളെ വിക്കി ചോദിച്ചു. എന്താ മോളെ വാതിൽ തുറക്കാൻ എത്ര താമസം? ഞാൻ കിടക്കായിരുന്നു അമ്മാവ. ഓ അമ്മാവൻ വാ, അകത്തേക്ക് കയറിയിരിക്കും. ഇല്ല മോളെ, കയറുന്നില്ല. ഇവിടെ തെക്കെടുത്ത് വരെ വന്നതാ. എന്നാ വെയില. ആ അതെ അമ്മാവ. അല്ല മോളെ, ഇതാരുടെയാ വണ്ടി? മുറ്റത്ത് കിടക്കുന്ന അപ്പുവിൻ്റെ കാറ് ചൂണ്ടിക്കൊണ്ട് അയാൾ ചോദിച്ചു. ഓ കിളവൻ്റെ സംശയം തുടങ്ങി. അത് അപ്പുവിൻ്റെ അമ്മാവ. ആണോ? എന്നിട്ട് അവനെന്തി? ഇവിടെ ഉണ്ട്. ആണോ? അല്ല നിനക്കെന്താ പറ്റിയൊരു വല്ലാത്ത ക്ഷീണം പോലെ? കണ്ണൊക്കെ ചുവന്നിട്ടുണ്ടല്ലോ. ചെറുതായിട്ട് പനി പിടിച്ച അമ്മാവ. ഹോസ്പിറ്റലിൽ പോകാനൊരു മടി, അതുകൊണ്ട് അപ്പുവിനെ വിളിച്ചു. അവൻ മരുന്നും കൊണ്ട് വന്നതാ. കിച്ചു തൻ്റെ ഭർത്താവിൻ്റെ പേരിൽ ഓരോന്ന് ഇതാക്കുകയാണെന്ന് അയാളോട് പറയാൻ പറ്റില്ലല്ലോ. അവൾ അടുത്ത കള്ളം വെച്ച് കാച്ചി. ആണോ? എനിക്കും തോന്നി. മോള് പുതപ്പൊക്കെ പുതിച്ചിറങ്ങിയപ്പോൾ നല്ല പനിയായിരിക്കും. എടാ മോനെ അപ്പു, ഒന്നിങ്ങ് വന്നേ. അയാൾ അകത്തേക്ക് നോക്കി വിളിച്ചു. എന്താ അമ്മാവ? അപ്പു ഹാളിൽ നിന്നും വേഗം ഇറങ്ങി വന്ന് ചോദിച്ചു. ഞാൻ എത്ര തവണ ബെല്ലടിച്ചു, നീ കേട്ടില്ലേ? അയ്യോ ഇല്ല അമ്മാവ, ഞാൻ ഇയർഫോണിൽ പാട്ട് കേൾക്കുകയായിരുന്നു. ഓഹോ അതെ അമ്മാവ. അവൻ പോക്കറ്റിൽ കിടന്ന് ഇയർഫോണിൽ ഉയർത്തി അമ്മാവനെ കാണിച്ചു. അപ്പോൾ മോൻ്റെ ആവശ്യമില്ലല്ലോ ഇവിടെ? ഇല്ല. അപ്പോൾ ഇല്ലെന്ന് തലയാട്ടി കാണിച്ചു. എന്നാ വാ, നമുക്കൊരിടം വരെ പോകാം. കുറേ നേരമായിട്ട് വഴിയിൽ നിൽക്കുന്നു. ഈ പൊരി വെയിലത്ത് ഇവിടെ നിന്നൊരു ഓട്ടോ പോലും കിട്ടാനില്ല. എങ്ങോട്ട് അമ്മാവ പോവണ്ടേ? അതൊക്കെ പറയാൻ നീ വാ, വന്നിൻ്റെ കാർ സ്റ്റാർട്ടാക്ക്. അത് കേട്ടതും അപ്പോൾ ചാടി ഇറങ്ങി കാറിൽ കയറി. എൻ്റെ ദൈവമേ, അമ്മാവൻ അവനെയും കൊണ്ടുപോകുന്ന മട്ടാണല്ലോ. പിന്നെ ഇവിടെ കിച്ചു ഞാനും മാത്രം. അത് ശരിയാക്കില്ല. എങ്ങനെയെങ്കിലും അവനെ തടയണം. എങ്കിലും അമ്മാവനോട് എന്ത് പറയും? മഹിമയ്ക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല. അതുകൊണ്ട് അവൾ അപ്പുവിനെ നോക്കി തിരിച്ചു വരാൻ കണ്ണുകൊണ്ട് കാണിച്ചു. എന്നാൽ അവൻ കയ്പ് കൂപ്പിക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ആംഗ്യം കാണിച്ചു. മുങ്ങുക, നീ ഇനിയും വരുമല്ലോ, അന്നേരം നിൻ്റെ അന്ത്യാടാ. അവൾ അപ്പുവിനെ നോക്കി പല്ല് കടിച്ചു. എന്നാൽ ശരി, ഞങ്ങൾ പോയി വരാം മോളെ. ശരി അമ്മാവ. അമ്മാവനും അവളോട് യാത്ര പറഞ്ഞുകൊണ്ട് കാറിൽ കയറി. അപ്പോൾ വേഗം കാറും കൊണ്ട് അവിടുന്ന് തഴുതപ്പി. മഹിമ പെട്ടെന്ന് വന്ന ദേഷ്യം കൊണ്ട് വേഗം വാതിൽ വലിച്ചടച്ച് കുറ്റിയിട്ടു. പിന്നെ ആ വാതിൽ തന്നെ ചാരി നിന്നുകൊണ്ട് കിച്ചുവിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് ആലോചിച്ചു. ഒടുവിൽ അവൾക്കൊരു ഐഡിയ വന്നു. വീടിൻ്റെ മുകളിലെ ടെറസിൽ റബ്ബറിൻ്റെ ഇല വീണ് കിടപ്പുണ്ട്. അത് ക്ലീനാക്കാൻ പോകാം. കുറേ സമയം അവിടെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നിന്നിട്ട് അപ്പോൾ ഫ്രീ ആകുമ്പോൾ അവനെ തിരിച്ച് വിളിച്ച് കിച്ചുവിനെ അങ്ങോട്ട് വിടാം. അത് തന്നെ വഴി. മഹിമ വേഗം അടുക്കളയിൽ ചെന്നൊരു ചൂലെടുത്തു. പിന്നെ പയ്യെ ചെന്ന് ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്നു. അവിടെ അവളുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു കിച്ചു. ഏട്ടാ, ഞാൻ ടെറസ് ഒന്ന് ക്ലീൻ ചെയ്തിച്ച് വരാം. മൊത്തം റബ്ബറിൻ്റെ ഇലയാ. ഏട്ടൻ അതുവരെ റെസ്റ്റ് എടുക്ക്. ഇപ്പം തന്നെ എന്തിനാ അതൊക്കെ? നീ ഇങ്ങോട്ട് വന്നേ. ഏട്ടാ, അമ്മ വിളിച്ച് പറഞ്ഞതാ. ഏട്ടൻ അറിഞ്ഞൂടെ അമ്മയുടെ സ്വഭാവം? പിന്നെ അമ്മ ഗുരുവായൂർ പോയതല്ലേ, ഇന്ന് ചെയ്തില്ലെങ്കിലും അമ്മ അറിയാനൊന്നും പോണില്ല. അതല്ല ഏട്ടാ, ഏട്ടൻ അറിയില്ല. അമ്മ ഞാനിവിടെ എന്ത് ചെയ്യാമെന്ന് നോക്കാനേ അപ്പുറത്ത് ആരെങ്കിലും ഏർപ്പാടാക്കി കാണും. എനിക്ക് വയ്യ അമ്മയുടെ വഴക്ക് കേൾക്കാൻ. ഞാൻ പോയിട്ട് വേഗം വരാം. എന്നാ നിൽക്ക്, ഞാനും വരാം. പിന്നെ നിൻ്റെ തന്ത്രമൊന്നും ഈ കിച്ചൻ്റെ അടുത്ത് നടക്കില്ലടി മോളെ. കിച്ചു ചിരിച്ചുകൊണ്ട് മനസ്സിലോർത്തു. എൻ്റെ ഏട്ടൻ അങ്ങോട്ട് വരണ്ട. ഇപ്പം കുളിച്ചല്ലേ ഉള്ളൂ, മേലൊക്കെ വീണ്ടും പൊടിയാകും. അതൊന്നും സാരമില്ലാന്നേ. പറഞ്ഞാൽ മനസ്സിലാവില്ല ഏട്ടാ. ഏട്ടൻ ഇവിടെ ഇരുന്നാൽ മതി. എൻ്റെ വൈഫിനെ ഹെൽപ്പ് ചെയ്യാനല്ലേ. അപ്പോൾ പൊടിയെന്ന് എനിക്കൊരു പ്രശ്നവുമല്ല. ഇങ്ങനൊരു മനുഷ്യൻ. മഹിമയ്ക്ക് ദേഷ്യം വന്നെങ്കിലും പിന്നെ അത് പുറത്ത് കാട്ടാതെ അവൾ ചൂലുമായി സ്റ്റെയർ കേസ് കയറി മേലോട്ട് നടന്നു. പുറകെ തന്നെ ആ ചെറിയ തോർത്ത് ഇട്ടത് കിച്ചു. മോളെ, ഇനി ബെഡ്ഷീറ്റ് മാറ്റിക്കൂടെ? ചീത്തയാവും. സാരല്ല, ഞാൻ അലക്കിക്കോളാം. ഓ ആയിക്കോട്ടെ, നിൻ്റെ ഇഷ്ടം.
അവർ മുകളിലെ വാതിൽ തുറന്ന് ടെറസിലെത്തി. അവരുടെ ടെറസിന് മറമായി അവിടെ 4 കല്ല് പാരപ്പറ്റായി കെട്ടിയിട്ടുണ്ട്. അവിടെ എത്തിയ മഹിമ അവനെ തുറിച്ചു നോക്കിയ ശേഷം ആ ചൂലുകൊണ്ട് താഴെ കിടക്കുന്ന കരിയിലകൾ തൂക്കാൻ തുടങ്ങി. ഇതേ സമയം താഴെ ഒരു പറമ്പിൽ ഒരാൾ പണിയെടുക്കുന്നത് കിച്ചുകൊണ്ടു. അവൻ ഉറക്കെ വിളിച്ചു, ഹലോ നാണിച്ചേട്ടാ. എൻ്റെ അമ്മേ, ഈ ചെറുക്കൻ. മഹിമ പെട്ടെന്ന് ചൂലും കളഞ്ഞിട്ട് ചാടി കിച്ചുവിൻ്റെ വാ പൊത്തി. ആൾ കാണാതിരിക്കാൻ താഴേക്ക് മുട്ടുകുത്തിയിരുന്നു. എന്നാൽ ഇതൊരവസരമായി കണ്ട കിച്ചു അവിടെയും ഒന്ന് ട്രൈ ആക്കി. കിച്ചു ആളൊരു വില്ലൻ തന്നെയാട്ടോ. വൃത്തിക്ക് അഭിനയിക്കുന്നുണ്ട്, കിട്ടുന്ന അവസരങ്ങൾ നല്ല രീതിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് നല്ല പച്ചക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പൊക്കെ വായോട്ടോ. അല്ലെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് സൈറ്റിൽ നോക്കിയാലും മതി. അപ്പോൾ ബാക്കി കേൾക്കാനായിട്ട് തമിഴിൽ അറിയിച്ചോളൂ കേട്ടോ. അടുത്തൊരു കഥയായിട്ട് കാണുന്നവരെ ബൈ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബും കൂടെ മറക്കണ്ട. ഓക്കെ അല്ലേ?